സോ ഈ വ്ളോഗ് ഇത് കുറച്ച് തരുമോ? ഈ വ്ളോഗിൽ നിന്ന് കുറച്ച് കടം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ലാൻഡ് ജസ്റ്റ് ഇപ്പം ഇറങ്ങിയുള്ളൂ ആക്ച്വലി. വേറെ കുറേ ഫൺ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഞാൻ വയ്യ പറയും. റൂമിലെത്തിയിട്ട് കറക്റ്റ് ചെയ്യാൻ വോയിസ് എടുക്കാം. അത് വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഇരുന്ന കൊച്ചാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നോക്കി. ജസ്റ്റ് ലാൻഡ്. രസം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ട് കുറേ കയ്യിൽ പഠിക്കാനും പറ്റി. കുറേ കോമഡി ആയിരുന്നു, ഭയങ്കര കോമഡി ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൗണ്ടറിലും എന്നെ പഠിച്ചു. അങ്ങനെ എന്താ വലിയ ഡ്രഗ് മാഫിയ, സ്വർണ്ണ തട്ടിപ്പുകാർ, അങ്ങനെ തട്ടിപ്പല്ല, അങ്ങനെ സ്വർണ്ണ കടത്തുകാർ, അതുപോലെയൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥ. ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നുന്നത്. തിരിച്ചു പോകുമ്പോഴും പ്രശ്നം. എൻ്റെ ഒരു ടിക്കറ്റ് എടുത്ത സമയത്ത് 5 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അതിൽ എന്നെ ഇനീഷ്യലി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ID പ്രൂഫ്, അതായത് ആധാറിൻ്റെ ഫോട്ടോയും ഇതിലെ ഫോട്ടോയും ഇങ്ങനെ മിസ്മാച്ച് വന്നപ്പോൾ പറ്റിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമിലൂടെ നമുക്ക് കുഴപ്പമില്ല. അടുത്ത തവണ നമ്മൾക്ക് എന്തായാലും എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ മനസ്സിലാവുമല്ലോ. ഈ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. ആക്ച്വലി ഐ ആം സോ എക്സൈറ്റഡ്. എനിക്ക് അറിഞ്ഞൂടെ ഉണ്ടാവാൻ പോകുന്നത്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പറയുക. എന്താ നമ്മളെത്തി, എല്ലാം കഴിഞ്ഞു. നമ്മളിനി നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ എന്താ പറയുന്നത്, വ്ലോഗ് എടുക്കാൻ അറിയാൻ പറ്റാത്ത രണ്ടുണ്ട്. അതായത് വളരെ കഷ്ടപ്പെട്ട് ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് വരുമ്പോ ആ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ വന്നതെല്ലാരും അറിയാതെ അങ്ങോട്ടും അറിയാം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കൂടെ ഇത്രയ്ക്ക് ഫേമസ് ആണോ അതോ എല്ലാരും സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുമായിരുന്നു, എനിക്കറിയില്ല. യെസ്, ബട്ട് ഇവിടെ വന്നതില് ഒരുപാട് പേരെ അറിയാം. ഒരുപാട് പേരൊന്നും അറിഞ്ഞോടാ, എനിക്കറിയാം. ഇവക്ക് ഇവളുടെ ഒരു ഫ്രണ്ടിനെ അറിയാം, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ. അപ്പൊ എത്ര പേരായി? അങ്ങനെ 5 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അല്ലേ. ഞാൻ വഴി എൻ്റെ ഫ്രണ്ടിനെ ഇവള് പരിചയപ്പെട്ടു, ആ ഫ്രണ്ടിനെ അങ്ങനെ. അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഫോണിലെ ചാർജ് ഇപ്പൊ തീർത്തു. ഫോണിലെ ചാർജൊക്കെ ഞാൻ എന്താ പറയാണോ, ഇതിനാകെ അറിയാൻ പറ്റുന്നവ തുറന്നാൻ പറയുന്ന ഒരു കാര്യം അതാ, വിശക്കുന്നുണ്ട് പറയുന്നു. പക്ഷെ തിന്നൊന്നും തടി കാണുന്നില്ല, അതാ രസം. നമ്മുടെ പച്ചവെള്ളം കുടിച്ചാലും തടി വെക്കും. ശരന്റെ വാട്സ് ഇൻ മൈ ബാഗ് നമ്മൾ ചെയ്യാൻ പോവാണ്. ടവല് അതെന്താ ആദ്യം ഇട്ടേ? ലോണ്ടറി ബാഗ് ആണോ? വാഷ് ബാഗ് ഉണ്ട്. ഓക്കെ ഓക്കെ, എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ബാഗിൽ വെച്ചേക്കുന്നത്. ഇതെന്താ? അത് ഗോവയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്താണ്. ആക്ച്വലി നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ട് ഗോവയ്ക്ക് കൂടെ പോകണ്ട്, അപ്പൊ അങ്ങനെ പാക്ക് ചെയ്താണ്. ഇനി വേറെ ബാഗ് നമ്പർ 2 ഇലക്ട്രോണിക് ഐറ്റംസ്, വാഷ് ബാഗ്. ഓക്കെ, അത് സ്കിൻ കെയർ ഐറ്റംസ് ആണ്. അടുത്ത സ്പീക്കർ, അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ആക്ച്വലി മറന്നു. സൺഗ്ലാസ്, ഇത്രേ ഉള്ളൂ. ബട്ട് എല്ലാം വൃത്തിക്ക് ഓർഗനൈസ് ചെയ്തിരിക്കണം. ഞങ്ങളുടെ ബാഗ് തുറക്കാതിരിക്കുന്നത്, ഞങ്ങളുടെ തുറക്കാൻ പറ്റൂല ഗൈസ്. ഈ ബാഗ് ഞാൻ മീഷോന്ന് മേടിച്ചായിരുന്നു. കറന്റ് ഞങ്ങളിപ്പോൾ ഉള്ളത്, ഞാൻ ക്യാമറയ്ക്കാണോ നോക്കുന്നത്? ഓക്കെ, സോ ഈ ബാഗ് ഞങ്ങളിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപാണ്. അപ്പോൾ ലക്ഷദ്വീപ് വരുന്ന സമയത്ത് എൻ്റെ ഈ ബാഗ് ഒന്ന് കാണിച്ചിടാ. ഈ ബാഗിക്ക് മാജിക് ആയിട്ട് ഞാൻ നോക്കിയ സമയത്ത് കയ്യിലൊന്നും ഇടാനല്ലേ, വലിയ വെയിറ്റ് ഒന്നും കൊടുക്കാനല്ലല്ലോ. ഇതിൽ ഏറിപ്പോൾ ഒരു 1 kg ഉണ്ടെങ്കിലും മാക്സിമം ആ ഒരു വെയിറ്റിൽ വലിയുള്ളൂ സാധനം വരാം എന്ന് വിചാരിച്ച് ഞാനൊരു ബാഗ് മേടിച്ചാണ്. അറ്റ ഫ്ലോപ്പ് ആയിരിക്കുന്നത്. ഇതിനെന്താണ് ഒരു 300 ഉള്ളിലാണ് വരുന്നത്, അത്രയേ ഉള്ളൂ റേറ്റ്. ഞാൻ കറക്റ്റ് റേറ്റ് ഞാൻ പറഞ്ഞുതരാം നോക്കിയിട്ട്. ഇതിൻ്റെ അവസ്ഥ എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞുതരാം. തുടക്കത്തിൽ തന്നെ കണ്ടോളൂ, ഒറ്റ വലിക്ക് സിപ്പ് പൊട്ടി. ഇതില്ല. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെറുതെ ആണെങ്കിൽ ഒരു 1 ടൈം യൂസിന് പോലും ഇത് പറ്റില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ട് അയ്യോ എൻ്റെ 300 രൂപ പോയില്ലല്ലോ,
300 രൂപയാണ്, അത് വേറെ കാര്യം. ഓക്കെ, 300 രൂപയ്ക്കും ഇതില്ല. ഇത് വെറും 350 രൂപയുടെ ബാഗാണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ക്വാളിറ്റീൻ്റെ അത്ര പോലും ഇതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഡെക്കാത്തലോണിലൊക്കെ ഇതുപോലത്തെ ഐറ്റംസ് ബാഗ് ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും. ഇതിനെക്കാണ്ടി ഒരു 50 റുപ്പീസ്, മീൻ അതിൻ്റെ അറൗണ്ടേ ഉള്ളൂ. ഒന്നതിന് കയറിപ്പോയി 100 രൂപ കൂടെ ഉള്ളൂ. പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഇതിനുണ്ട്. ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡിലുള്ള സിബൊക്കെ ഇതാണ്ട് കണ്ടു, ഇതിങ്ങനെ പോന്നു. ഇതിനൊന്നും പറ്റില്ല. ഈ കൈ ഒന്ന് കാണിച്ചിട്ട് അങ്ങോട്ട് സൂം ചെയ്ത് ഇത് കണ്ടോ. ഈ 1 കിലോ പോലും ഇല്ലാത്ത സാധനത്തിൻ്റെ വെയിറ്റ് ഇതിൽ എടുക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഇമാജിൻ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാഗ് യൂസ് ചെയ്തിട്ട് എന്താ കാര്യം? ഞാനിതിൽ ആകെ ഇട്ടത് കണ്ടിതും പിന്നെ എൻ്റെ കുറച്ച് സംഗതികളാണ്. ഈ ഇതൊന്നും കാണിക്കാൻ പറ്റുന്നതിലൊന്നുമില്ല. എസ്തറ്റിക് സാധനങ്ങളൊന്നും നിങ്ങൾ ഉദ്ദേശിച്ചേക്കരുത്. എൻ്റെ അത്യാവശ്യമായിട്ടുള്ള വാഷ് ബാഗ് ഒന്നും എടുത്തില്ല ഗൈസ്. അപ്പം എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഇതിലുള്ളൂ. പിന്നെ എന്താണ് എൻ്റെ കുറച്ച് ബോർഡിംഗ് പാസ് കാര്യങ്ങളും പെർമിറ്റ് ഇങ്ങനത്തെ അല്ലറച്ചില്ലൊരു ജ്വല്ലറി സാധനങ്ങളാണ്. അതിൻ്റെ വെയിറ്റ് പോലും ഈ ബാഗിന് താങ്ങാൻ പറ്റുന്നില്ല. സോ ആരും ഇത് വെറുതെ ട്രൈ ചെയ്യാൻ പറ്റിയ സാധനമല്ല. വെറുതെ നിങ്ങളുടെ 300 രൂപ വേസ്റ്റ് ആക്കി കളയരുത്. അതിന് വേണ്ടിയാണ്. ഒന്നില്ലെങ്കിലും അത് വേറെ എന്തെങ്കിലും നിങ്ങൾ ഇതാക്കിക്കോളൂ. നാട്ടിലെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇത് വെറുതെ ട്രൈ പോലും ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതെനിക്ക് അത്രയും ഞാൻ നാറിപ്പോയി ആൾക്കാരുടെ മുന്നിൽ. ഇതുകൊണ്ട് സിബെല്ലാം പൊട്ടിപ്പോയി. ഇവിടെ വരേണ്ടി വന്നു എനിക്കൊരു വേറെ ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ആക്ച്വലി ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിയായി. ഹലോ സാറേ, നമ്മളാണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ ലഞ്ച്. അതെനിക്കറിഞ്ഞൂടാ. നമ്മുടെ പപ്പടം വെച്ചിട്ട് കുറച്ച് വ്യത്യാസമുള്ള പ്രത്യേകതരം പപ്പടമാണ്. നമ്മുടെ പപ്പടം പൊങ്ങും. ചോദിച്ചോ, കുറച്ച് മതി കേട്ടാ. മതി ആ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളുടെ ലാംഗ്വേജിൽ എന്തെങ്കിലും ചോദിക്കേ. രാശിനെ വിളിക്കാനാണോ പറഞ്ഞത്? ആ കഥയാണ് ഇത്ര നേരം പറഞ്ഞത്. ഇല്ല, നിങ്ങളുടെ ലാംഗ്വേജിൽ എന്തെങ്കിലും പറ. ഫോട്ടോതോ? ഫോണ്ടേ പറഞ്ഞു കഴിഞ്ഞു. ഫോണ്ടേ മനസ്സിലായില്ല. ബൈ ബൈ. സോ ജസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ആക്ച്വലി ഇതല്ല എൻ്റെ ഔട്ട്ഫിറ്റ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ പിന്നെ ഒരു സൈഡായിട്ട് വെച്ചാണ്, ഇവർക്ക് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. അതെനിക്കുള്ള തൊപ്പിയാണ്. ഓക്കെ, സോ എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായിരുന്നു പറയണം. ഭയങ്കര സിമ്പിൾ ഔട്ട്ഫിറ്റാണ്, ഒരു ഹെവിയും ഇല്ല ഗൈസ്. സോ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഫസ്റ്റ് ഡേ അല്ലേ ഇങ്ങനെ. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്, ദിസ് ഈസ് ഹെർ ഔട്ട്ഫിറ്റ്. സോ നമ്മൾ എവിടെയൊക്കെ പോകണം? നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകണം. സൈറ്റ് സീയിങ്ങിന് പോകാൻ പോകണം. നമ്മൾ പോയിട്ട് എനിക്കിത് തണുത്ത് കുടിക്കണം. ഐ ബാഡ്ലി നീഡ് സംതിങ് വെരി കോൾഡ്. ഇല്ല, എനിക്ക് വേറെ വിശപ്പില്ലല്ലോ. ഇതിനെന്ത് നിങ്ങൾ നോക്കി എന്നിട്ട് പറ. എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനത്തെ അല്ല. എനിക്ക് 4 മണിയായാലും എനിക്ക് ചായ വേണം. എനിക്ക് വിശക്കും. നമുക്ക് ഇങ്ങനെ നടന്ന് പുറത്തെ കടയിലൊക്കെ പോയിട്ട് ചായ കുടിച്ചിട്ട് വരണ്ട. ഇപ്പൊ ഇവിടെ എനിക്ക് കടയിൽ ചായയൊക്കെ ഈ ഏരിയയിൽ ഞാനൊരു ചായക്കട കണ്ടിട്ടില്ല, ഒരു കൂൾബാർ കണ്ടിട്ടില്ല. സീരിയസ്ലി ഭയങ്കര ചൂടുണ്ട് ഇവിടെ. കണ്ടാ വേർത്തൊലിക്കുന്ന. അപ്പോൾ മാറ്റി വന്നപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. ഇവിടെ ആരുമില്ല. 5 ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഡാനോട് ചോദിക്കേ ഭയങ്കരമായിട്ട് ക്ഷീണം വന്നപ്പോൾ തണുത്ത എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമോ നോക്കാൻ വേണ്ടി. അവർക്ക് ഏത്തക്കപ്പം ചായ വേണം പോലും. ഏത്തക്കപ്പം ചായ ഒന്നും കിട്ടിയില്ലല്ലോ. കിട്ടുന്ന എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. സോ ഞാനപ്പോൾ അവിടെ ഇരുന്നു. അയ്യോ, ഞാനെന്ത് തണുത്ത വാങ്ങി കുടിച്ചിട്ട് വരാൻ വിചാരിച്ചു. സോ ദിസ് ഇസ്
ടുഡേയ്സ് ഔട്ട്ഫിറ്റ്. ആക്ച്വലി നമ്മൾ സൈറ്റ് സീയിങ് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചേച്ചി ഇതാ വന്നു. ചേച്ചി വന്ന് ഇങ്ങോട്ട് ഒരു ചേച്ചി വരണം. സ്നാക്സും ഇതുപോലൊരു മാടിച്ച് നമ്മൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. ഒരു ക്യാബ് കൂടെ വരും. ട്രാഫിക് ബ്ലോക്കാണ്. മുന്നിലിരിക്കുന്ന ക്യാബും നമ്മളുടെ തന്നെ, നമ്മുടെ ടീംസാണ്. നമ്മൾ ഇനി സൈറ്റ് സീയിങ് കാണാൻ പോവാണ് ഗൈസ്. ഇതെന്താ ഇത് കണ്ടോ? ഇത് ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നേ? തക്കുട് പറയും നമ്മൾ എങ്ങോട്ടൊക്കെയാ പോണെന്ന്. നമ്മളെങ്ങോട്ടേക്കാ പോണേ? എന്റെ തക്കുടു, തക്കുടുതാ ഇവിടേക്ക് കൂടെ ഒന്ന് ഫ്രെയിം കൊടുക്കും. ഇത് തക്കുടുവിന്റെ അമ്മയാണ് ഗൈസ്. അതാണ് തക്കുടു. ആയിരിക്കുന്നു. നീല കളർ വെള്ളം തന്നെ ശരിക്കും. നീല കളർ. എന്റെ മുന്നിൽ 2 ക്യാബ് പോകുന്നുണ്ട്. ഇവിടെ ഒരു വലിയ വ്ളോഗർ ഇരുന്നിട്ട് ഭയങ്കര വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിലാണ്. ഇത് തക്കുടുവിന്റെ അമ്മ. തക്കുടു. തക്കുടു ഇതിന്റെ അമ്മ. അത് ശരൺ. ഇത് എന്റെ പേരുള്ള വേറൊരു അപരൻ, റാഷി. പക്ഷെ മൂപ്പര് ഭയങ്കര റഫാണ് കേസ്. ചാടുന്നൊക്കെ ആരാണ്? ചാടി തന്നെ മുതൽ ചെയ്യുന്നോട്ടെ. അവർ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ കള്ളക്കടത്ത് ഇരുന്ന് ആലോചിക്കുന്നു. നമുക്ക് നിങ്ങൾ മീനിന് ഫുഡ് കൊടുക്കുക. മീനിനെ കാണുന്നുണ്ടോ പ്ലീസ്? മൂപ്പര് മീനിന് ഫുഡ് എടുത്തോണ്ടിരിക്കും. പൂളിന്റെ കളർ, പൂളിന്റെ നിറം വെള്ളത്തിന്. എല്ലാരും ഇവിടെ ഉണ്ട് പൂളിന്റെ നിറമുള്ള വെള്ളം കാണാൻ വേണ്ടിട്ട്. ഒന്നുകൂടി പറയും. ഇപ്പൊക്ക് ഫുഡ് തരൂലെന്ന്. ഫുഡ് ഇതിന്റെ വാറ്റിൽ കൊക്കപ്പുഴുണ്ട്. 24/7 വിശക്കണു പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെയല്ല, എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാനിനി കുറച്ച് ടാറ് തരട്ടെ. വേണ്ട, ഇവർക്ക് ഫുഡ് തരുന്നില്ല കൊണ്ടുവന്നിട്ട്. ഫുഡ് തരാത്ത ക്രൂരൻ. കുതിര ഉണ്ട്, കുതിര. ഗൈസ്, നമ്മൾ വെള്ളത്തിൽ നമ്മൾ എത്ര ദൂരം പോയാലും നമ്മൾ ഇത്രയും നനയുള്ളൂ. നനയല്ല. കടലാണ് ചുക്ക. സൂര്യനെ കാണിച്ചു തരാം. എടാ, ശരിക്കും ലൈഫിൽ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും അതെ സൺസെറ്റ് ഇതൊക്കെ ഇടയ്ക്കൊന്ന് മൗണ്ടെയിൻസ് ഒക്കെ പോവാ അല്ലേ?